ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത് നമുക്ക് ഓൾ അറൗണ്ട് ഇയർ ചെയ്യാം എന്നുണ്ടെങ്കിലും വിൻറ്റേഴ്സിലാണിത് കൂടുതലും ചെയ്യാറ്. അതുപോലെ തന്നെ വിൻറ്റേഴ്സിൽ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏതാണ്ട് 1/2 കിലോ ക്യാരറ്റ്സ് ആണ്. ഞാനിവിടെ ഡൽഹി ക്യാരറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിൻറ്റേഴ്സിലാണ് നമുക്ക് ഈ ഡൽഹി ക്യാരറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ വിൻറ്റേഴ്സിലാണ് നിങ്ങളിത് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡൽഹി ക്യാരറ്റ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. കിട്ടുമെങ്കിൽ അതുകൊണ്ട് തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഊട്ടി ക്യാരറ്റ്സ് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ വിൻറ്റേഴ്സിലല്ലാത്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പം എന്തായാലും ഡൽഹി ക്യാരറ്റ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഊട്ടി ക്യാരറ്റ്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 1/2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പീൽ ചെയ്ത ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെയാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് അല്പം നട്ട്സാണ്. നട്ട്സ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂസും 1 ടേബിൾ സ്പൂൺ പിസ്തയുമാണ് എടുത്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ആൽമണ്ട്സ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിലേക്കായിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. കാരണം ഇത് നോൺ സ്റ്റിക്ക് ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്ക് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു കടായി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെ നട്ട്സ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. എന്നിട്ട് അതേ കടായിലേക്ക് തന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ്സ് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ആയിട്ട് നെയ്യൊന്നും ഈ ഒരു സ്റ്റേജിൽ ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് ക്യാരറ്റ്സ് തന്നെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഹെൽത്തി ബുദ്ധ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ബ്രാൻഡിൻ്റെ പഞ്ചസാരയാണ്. ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കൺവെൻഷണൽ ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ അണ്ടർഗോ ചെയ്യുന്ന കെമിക്കൽ ബ്ലീച്ചിങ് പ്രോസസ്സ് ഒന്നും തന്നെ അണ്ടർഗോ ചെയ്യാത്ത ഷുഗറാണ്. അതിൻ്റെ വെബ്സൈറ്റിലുള്ള ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഓർഗാനിക് ബ്രാൻഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പാം ഷുഗർ തന്നെ പൗഡറായിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല ക്രിസ്റ്റൽസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ അലിയിച്ച് അത് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഷുഗറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷുഗർ ചേർത്ത ശേഷം ഷുഗർ തന്നെ മെൽറ്റ് ആവുന്നതും അതുപോലെ ക്യാരറ്റ്സ് തന്നെ കുറച്ച് വെള്ളമൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം കുറച്ച് വാട്ടറി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് റെഡ്യൂസ് ചെയ്ത് വരണം. അതായത് നമ്മുടെ വെള്ളമൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഹാൻഡ് ചേൺഡ് ആയിട്ടുള്ള ദേശി കൗ ഘീ ആണ്. ഇത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച പൊടിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ആ നെയ്യിൻ്റെയും നമ്മുടെ ഏലക്കയുടെയും നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. പാലിവിടെ തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് നന്നായിട്ടത് റെഡ്യൂസ് ചെയ്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക. നമ്മൾ നോൺ സ്റ്റിക്ക് ഒന്നും അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് റെഡ്യൂസായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. വറുത്ത മാറ്റി വെച്ചിരുന്ന നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡ്രൈ ആവേണ്ട കാര്യമില്ല. ഒരല്പം മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളതാണ് നല്ലത്. നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് മാവ അല്ലെങ്കിൽ ഖോയ എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഖോയ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാല് നമ്മൾ തിളപ്പിച്ച ശേഷം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു സോളിഡ് ഫോം നമുക്ക് കിട്ടുമല്ലോ, നമ്മൾ മിൽക്ക് പേഡൊക്കെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് ഖോയ എന്ന് പറയുന്നത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാറുണ്ട്. പക്ഷെ ഞാനത് ചേർക്കാറില്ല. കാരണം ഈ ഒരു പാലിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിച്ച് ഫ്ലേവറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മാവ് അല്ലെങ്കിൽ ഖോയ ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ടും സെർവ് ചെയ്യാം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്ക്, എസ്പെഷ്യലി ഇൻ വിൻറ്റേഴ്സ്. ഞങ്ങളുടെ ഇവിടെ വിൻ്ററാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഹൽവ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇത് മോള് ഉച്ചയ്ക്കുള്ള നാപ്പ് കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ ആളുടെ TV കാണുന്ന ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് നാപ്പ് കഴിഞ്ഞ ശേഷം. ആ ഒരു ഹാഫ് ആൻ അവറിൽ ഇപ്പോൾ TVയും കണ്ടാണ് ആളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.